ചങ്ങനാശ്ശേരി നികുതി രസീത് തട്ടിപ്പ് നഗരസഭയിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. നഗരസഭയിലെ നികുതി രസീത് തട്ടിപ്പിനെതിരെ ബിജെപി ടൗൺ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരത്തിനു ശേഷം പ്രവർത്തകർ മുദ്രാവാക്യവുമായി നഗരസഭാ അധ്യക്ഷയുടെ ക്യാബിനിലേക്ക് എത്തിയവരെ പോലീസ് പിന്തിരിപ്പിച്ചു. ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ യഥാക്രമം നടപ്പിലാക്കാതിരിക്കുകയും ദല്ലാളന്മാരുടെയും അഴിമതിയുടെയും കൂത്തരങ്ങായി നഗരസഭ മാറിയിരിക്കുന്നതായും തുടക്കത്തിൽ UDFും ഇപ്പോൾ LDFുമായി 5 വർഷത്തിനുള്ളിൽ ചെയർപേഴ്സൺമാരുടെ അന്തർധാരയാണ് നടക്കുന്നതെന്ന് MP രാജഗോപാൽ കുറ്റപ്പെടുത്തി. മുനിസിപ്പാലിറ്റിയിലെ കെടുകാര്യസ്ഥതയ്ക്കും വികസന വിരുദ്ധതയ്ക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ധർണാ സമരമാണ് ഇവിടെ നടക്കുന്നത്. നമ്മെ സംബന്ധിച്ച് സാധാരണഗതിയിൽ എല്ലാവരും ചങ്ങനാശ്ശേരിയെ കുറിച്ച് പറയാറുണ്ട്. ചങ്ങനാശ്ശേരി മധ്യ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമാണ്. സാംസ്കാരികമായിട്ട് വളരെ ഉന്നതി നിൽക്കുന്ന നഗരമാണ്. നിരവധി ആളുകൾ ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീമാൻ മന്നത്തു പത്മനാഭന്റെ ജന്മദേശവും കർമ്മദേശവുമാണ്. അതേപോലെ നിരവധി ആളുകൾ കവി ഉള്ളൂര്, അതേപോലെ നിരവധി കാര്യങ്ങൾ, അതേപോലെ തന്നെ മതേതരത്വത്തിന്റെ മകുടം ചാർത്തുന്ന തരത്തിലുള്ള പ്രവർത്തന ഇതെല്ലാം ചങ്ങനാശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ അവസ്ഥ, ചങ്ങനാശ്ശേരി പട്ടണത്തിൽ 37 വാർഡുകളാണ്. ഈ 37 വാർഡുകളും അവസ്ഥയെ കുറിച്ച് ഇവിടെ ആരും ഇതൊന്നും പറയാറില്ല. അതുപോലെ ചങ്ങനാശ്ശേരിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഹയർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനവും അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഡയോസിസും ഒക്കെ ആണെങ്കിൽ തന്നെയും ചങ്ങനാശ്ശേരിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും UDFിന്റെ നേതൃത്വത്തിലെ UDF അധികാരത്തിലെത്തും. UDF അധികാരത്തിലെത്തിയ 3-3.5 വർഷം കഴിയുമ്പോഴാണ് UDFിലെ ചില ദല്ലാളന്മാരുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ MP കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രിയപ്പെട്ട ആളുകള്, അതേപോലെ മുൻ MLA CF തോമസിന്റെ പ്രധാനപ്പെട്ട ആളുകള്, ഇവരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ ഭരണത്തെ UDF ഭരണത്തെ അട്ടിമറിച്ച് LDFിന്റെ കയ്യിലേക്ക് ഭരണം കൊടുക്കും. ഒരു കമ്മീഷൻ പറ്റാറുണ്ട്. UDF ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ കാലുമാറ്റിക്കൊണ്ടുവന്ന് കമ്മീഷൻ കൊടുത്ത് കാലുമാറ്റിക്കൊണ്ട് വരുമ്പോൾ UDFിന്റെ കോൺഗ്രസിന്റെ നാഷണൽ കോൺഗ്രസിന്റെ ചില കൗൺസിലർമാരും നേതാക്കന്മാരും ഒക്കെ കമ്മീഷൻ മാറ്റിക്കൊണ്ടാണ് ഈ ഭരണത്തെ അട്ടിമറിച്ച് ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഇനി ഏതാണ്ട് 1 വർഷം ഈ കൗൺസിലിന്റെ കാലാവധി 1 വർഷക്കാലം. ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ അടുത്ത ഡിസംബർ മാസമാകുമ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ആകാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ആകാൻ പോകുമ്പോഴാണ് മുനിസിപ്പൽ ചെയർപേഴ്സന്റെ നേതൃത്വത്തില് ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെയും ചേർത്തുകൊണ്ടുള്ള കള്ളക്കളി മുഴുവൻ നടക്കുന്നത്. ഇപ്പോഴത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് 20ാം വാർഡില് കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ട്, ഇരട്ടി വോട്ടുകൾ ചേർത്തുകൊണ്ട് പ്രാവശ്യം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇരട്ടി വോട്ടുകളെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി MV ഗോവിന്ദനും അവരുടെ LDF കണ്ണൂരിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ താഴെ തട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും മുഴുവനും ജയിക്കുന്നത് ഈ തരത്തിലുള്ള ഇരട്ടി വോട്ടുകൾ കൊണ്ടാണ്. 120 കള്ളവോട്ടുകളാണ് ഭരണത്തിന്റെ സ്വാധീനത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചേർത്തത്. ഇതേപോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ കോൺഗ്രസും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും മത്സരിക്കുന്ന വാർഡുകളില് CPM അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തില്ല. നമുക്കറിയാം മോർക്കോങ്ങനെ വാർഡുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാർഡുകൾ മോർക്കോങ്ങനെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അതുപോലെ വാഴപ്പള്ളിയിൽ 2 വാർഡുണ്ട്, 35ാം വാർഡും 36ാം വാർഡും. ഈ 2 വാർഡുകളിലും കമ്മ്യൂണിസ്റ്റുകാരനെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ ജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാര് സ്ഥാനാർത്ഥി നിർത്തില്ല. അപ്പൊ ഈ തരത്തിൽ വലിയൊരു അന്തർധാര കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരും തമ്മിൽ വലിയൊരു അന്തർധാരയാണ് നടക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ദല്ലാളന്മാരുടെ, കോൺഗ്രസുകാർ ഉൾപ്പെടുന്ന ദല്ലാളന്മാരുടെ അഴിഞ്ഞാട്ടമാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. പുതിയതായിട്ട് ഒരു സംരംഭങ്ങൾ പോലും നടക്കുന്നില്ല. ചങ്ങനാശ്ശേരിയിലെ വാർഡുകളിലെ മുഴുവൻ റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. റോഡിൽ പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാല് ഓട്ടോറിക്ഷക്കാരൻ പല വാർഡുകളിലേക്കും എത്താത്ത അവസ്ഥ. കാരണം ഓട്ടോറിക്ഷയ്ക്ക് സുഗമമായിട്ട് ഓടാൻ വയ്യാത്ത അവസ്ഥ. അതേപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും പറ്റുന്നില്ല. നമുക്കറിയാം ഇവിടെ മിനി ഹൈമാസ് ലാമ്പുകളെന്നും പറഞ്ഞ നാട്ടിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ്
മുനിസിപ്പൽ കൗൺസിലറും BJP ടൗൺ നോർത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ PR വിഷ്ണുനാഥ് അധ്യക്ഷനായിരുന്നു. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് BJP ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത് പറഞ്ഞു. ചങ്ങനാശ്ശേരി മാരാർജി ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സംസ്ഥാന കൗൺസിൽ അംഗം PP വീരസിംഹൻ, വാർഡ് കൗൺസിൽ വിജയലക്ഷ്മി കൃഷ്ണകുമാർ, ഈസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ, ടൗൺ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് സുദർശൻ പിള്ള, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ MP രവി, കണ്ണൻ പായിപ്പാട്, മണ്ഡലം ട്രഷറർ KR കൃഷ്ണകുമാർ, മണ്ഡലം ഭാരവാഹികളായ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് അനിൽ S, കല അനിൽകുമാർ, ബിജുലാൽ, രാജശ്ശേരി പൈ, മായാമധു, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രനാഥ് ഐക്കര, സുഭാഷ് പാറക്കൽ, ഗിരിജ ബാലകൃഷ്ണൻ, R ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.